പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4 വർഷ ഡിഗ്രി 3rd സെമസ്റ്ററിലെ മേജർ ചേഞ്ച് വിത്ത് കോളേജ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മേജർ ചേഞ്ച് ഇല്ലാതെ കോളേജ് ട്രാൻസ്ഫറിന് ഇതിന് അപേക്ഷിക്കുന്ന സമയത്ത് മാർക്ക് എൻട്രിയിൽ വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ കൃത്യമായിട്ട് കേൾക്കുക. ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററും വേണം, സെക്കൻഡ് സെമസ്റ്ററും വേണം. ഫസ്റ്റ് സെമസ്റ്റർ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കോറ് കൃത്യമായിട്ട് കേൾക്കുക. കോർ എന്ന് സബ്ജക്റ്റ് എന്ന് പറയുന്നത് മേജർ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഏത് ഡിസിപ്ലിൻ ആണ്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച സബ്ജക്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബികോം ആണെങ്കിൽ കൊമേഴ്സ്, ബി ആണെങ്കിൽ മാനേജ്മെന്റ്, വളരെ കൃത്യമായിട്ട് ബി ആണെങ്കിൽ മാനേജ്മെന്റ്, ബികോം ആണെങ്കിൽ കൊമേഴ്സ്. ഓക്കെ, അതാണ് അവിടെ കൊടുക്കേണ്ടത്. സൈക്കോളജി ആൻഡ് സൈക്കോളജി, എക്കണോമിക്സ് ആണ് എക്കണോമിക്സ്, അത് ഈ ഡിസിപ്ലിനിൽ കൊടുക്കാം. എന്നിട്ട് ആ സബ്ജക്ട് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിന്റെ പേരുണ്ടാവും നിങ്ങളെ മാർക്ക് ലിസ്റ്റിൽ, അത് കൊടുക്കുക. ഗ്രേഡ് പോയിന്റ് കൊടുക്കുക. ഗ്രേഡ് പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓ ഗ്രേഡ് ആണെങ്കിൽ A+ ആ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. A+ ആണെങ്കിൽ ഓ ഗ്രേഡ് ആണെങ്കിൽ ഓ ഗ്രേഡ് ആണെങ്കിൽ 10, അതിന് അടിയിൽ A+ 9, എ ഗ്രേഡ് 8, B+ 7, B 6, C 5, P 4. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇത് എൻട്രി ചെയ്ത് ഇവിടെ മാർക്ക് കൊടുക്കുക. ഈ നിങ്ങളെ ഗ്രേഡ് ഓ ഗ്രേഡ് ആണെങ്കിൽ ഇവിടെ 10 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു സംശയം, BBA BCA വിദ്യാർത്ഥികൾക്ക് മൈനർ ഇല്ല, അപ്പൊ മേജർ ഒന്നായി കൊടുക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഹയസ്റ്റ് ഏതാണോ, BBA BCA ഡബിൾ മെയിനൊക്കെ ഉള്ള പ്രശ്നമാണ്, ഹയസ്റ്റ് ഏത് മേജറിനാണോ ഉള്ളത് അതിന്റെ ഡിസിപ്ലിൻ എഴുതുക. ആ ഡിസിപ്ലിൻ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുക. ഡബിൾ മേജർ ആണെങ്കിൽ മാത്സ് ആൻഡ് ഫിസിക്സ് എന്ന് തന്നെ എഴുതാം. നിങ്ങളെ ഡിസിപ്ലിന്റെ പേര് മാത്സ് ആൻഡ് ഫിസിക്സ്, ഡബിൾ മെയിൻ എന്താണോ അത് അവിടെ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ പഠിച്ച ഹയസ്റ്റ് മാർക്ക് ഏതിനാണോ ഉള്ളത്. BBAക്ക് നിങ്ങൾ 3 മേജർ പഠിച്ചിന്, ഒന്നിന് A+ ഉണ്ട്, മറ്റൊന്നിന് A ഉണ്ട്, മറ്റൊന്നിന് B+ ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് കിട്ടിയ വിഷയത്തിന്റെ പേപ്പറിന്റെ പേര് എഴുതുക, അതിന്റെ മാർക്ക് എൻട്രി ചെയ്യുക. മൈനർ 1 എന്നുള്ളടത്ത് അത് ഡിസിപ്ലിൻ സെലക്ട് ചെയ്യുക. നൺ ഓഫ് ദ അബവ് എന്നുണ്ടാവും, അതിൽ ഏറ്റവും അടിയിൽ ഓപ്ഷൻ നൺ ഓഫ് ദ അബവ് സെലക്ട് ചെയ്യുക. അപ്പൊ പിന്നെ ഇവിടെ ഒന്നും എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. മൈനർ 2 സെലക്ട് ചെയ്യുക. അവിടെ എന്ത് ചെയ്യുക, BBA BCA വിദ്യാർത്ഥികൾ അവിടെ എന്ത് ചെയ്യുക, നൺ ഓഫ് ദ അബവ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നൺ ഓഫ് ദ അബവ് സെലക്ട് ചെയ്യുക. ഇനി മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മൈനർ 1ന് നിങ്ങളുടെ ഡിസിപ്ലിൻ ഏതാ നോക്കുക. ഡിസിപ്ലിൻ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള കൊമേഴ്സുകാർക്കാണ്. കൊമേഴ്സുകാരാണ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഇല്ല, മറ്റതില്ല, ഇതില്ല. മാർക്കറ്റിംഗ് അല്ല, നിങ്ങൾ പഠിച്ച മൈനർ എന്ന് പറയുന്നത് കൊമേഴ്സിന്റെ മൈനറാണ്. സോ നിങ്ങൾ കൊമേഴ്സിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും കൊമേഴ്സിലെ മൈനർ പഠിച്ചത് കൊമേഴ്സ് ആണ്. പൊളിറ്റിക്സ് എന്നാണ് നിങ്ങൾ മൈനർ പഠിച്ചത്, പൊളിറ്റിക്സ് ആണ് കൊടുക്കേണ്ടത്. ഹിസ്റ്ററിന്റെ മൈനർ ആണ് ഹിസ്റ്ററി ആണ് കൊടുക്കേണ്ടത്. അറബിക്കിന്റെ ആണെങ്കിൽ അറബിക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഇനി MDCയുമായി ബന്ധപ്പെട്ട് MDC നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ സെലക്ട് ചെയ്തത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇതിൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് എന്തില്ല, ഹ്യൂമൻ ഫിസിയോളജി ഇതിൽ കാണില്ല. അവർ നൺ ഓഫ് ദ അബവ് കൊടുത്താൽ മതി, നോ ഇഷ്യൂ. എന്തുകൊണ്ടാ, ഹ്യൂമൻ ഫിസിയോളജിയുടെ മേജറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. എന്തുകൊണ്ടാ, ഹ്യൂമൻ ഫിസിയോളജിയുടെ മേജർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ MDC സെലക്ട് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഡിസിപ്ലിന്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നൺ ഓഫ് ദ അബവ് സെലക്ട് ചെയ്യുക. അതോടുകൂടി നോട്ട് അപ്ലിക്കബിൾ എന്ന് വരും. എന്തുകൊണ്ടാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള മേജറിലേക്ക് വിദ്യാർത്ഥിക്ക് മാറാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള മേജറിലേക്ക് കുട്ടിക്ക് മാറാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള മേജർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നൽകുന്നില്ല. സോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ MDC മാത്രമേ നൽകുന്നുള്ളൂ. ഇനി ഒരു വിദ്യാർത്ഥിക്ക് MDC ഇല്ല, പ്രത്യേകിച്ച് BBA വിദ്യാർത്ഥികൾ സെക്കൻഡ് സെമസ്റ്ററിൽ MDC ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നൺ ഓഫ് ദ അബവ് എന്ന് അടിച്ചാൽ മതി. അതോടുകൂടി ഇവിടെ നോട്ട് അപ്ലിക്കബിൾ എന്ന് വരും. അപ്പോൾ മാർക്ക് എൻട്രിയുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. നിങ്ങളെ കോഴ്സിന്റെ പേരാണ്, നിങ്ങളെ മാർക്ക് ലിസ്റ്റിലുള്ള കോഴ്സിന്റെ പേരാണ് ഈ കോഴ്സ് പേപ്പർ നെയിമിന്റെ സ്ഥലത്ത് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസിപ്ലിനുള്ളടത്ത് ഏത് ഡിസിപ്ലിനിലാണോ നിങ്ങൾ പഠിച്ചത്, ഓക്കെ, നിങ്ങളെ മേജറിന്റെ പേരെന്തോ അതിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യേണ്ടത്. കൊമേഴ്സ് വിദ്യാർത്ഥി, ബികോം വിദ്യാർത്ഥികൾ കൊമേഴ്സ്, BA എക്കണോമിക്സ്, ഫിസിക്സ് വിദ്യാർത്ഥി ഫിസിക്സ്, അതിൽ സെലക്ട് ചെയ്യുക ഏതാണോ ഉള്ളത് അത് കൊടുക്കുക. BBA വിദ്യാർത്ഥികൾക്ക് എന്തായിരിക്കും, BBA വിദ്യാർത്ഥികൾക്ക് എന്തായിരിക്കും, മാനേജ്മെന്റ് എന്നായിരിക്കും അതിൽ ഓപ്ഷൻ ഉണ്ടാവുക, അത് സെലക്ട് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ വർക്ക് ഇവിടെ അവസാനിച്ചു. ഇതാണ് മാർക്ക് എൻട്രിയിൽ, വലിയ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഈ പ്രശ്നങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതാണ്. ഓക്കെ.